സന്തോഷം മാത്രം എണ്ണിയാൽ ജീവിക്കാൻ പറ്റൂ? അതിന് വലിയ കാര്യമുണ്ടോ? അതിന് മാത്രം സന്തോഷം നമുക്കുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു ബോട്ട് അപകടത്തിൽ 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് അമ്മ ഈ സെഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ എണ്ണൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് എണ്ണും? മാനസികമായ പ്രശ്നമുള്ളൊരു മകൻ, ഒരു വലിയ രോഗത്തിലൂടെ കടന്നു പോകുന്നൊരു ഹസ്ബൻഡ്, 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ സന്തോഷങ്ങൾ മാത്രം എണ്ണൂ എന്ന് പറഞ്ഞാൽ അവരെന്തെണ്ണും? ഐ ഡോണ്ട് നോ. എൻ്റെ അപ്പനും അമ്മയ്ക്കും, ഞങ്ങൾ 3 ആൺമക്കളാണ്. മൂത്ത ചേട്ടനും ഞാനും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ചേട്ടനും ഞാനും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. മികച്ചൊരു പ്ലാനിങ് ആയിരുന്നു. 5-5-5. ഞാൻ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ പ്ലാനിലുണ്ടായിരുന്നതല്ല. വല്ല മഴയൊക്കെ പെയ്ത് കാണും. അങ്ങനെ അമ്മ, അത് എന്നെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പാരൻസിൽ നിന്നാണ്. അമ്മേനോട് പറഞ്ഞു, അവിടെ നിന്നിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇതിനൊക്കെ ഇനി എന്ന് വളർത്തി വലുതാക്കാനാണ്. കാരണം പ്രതീക്ഷിച്ചിട്ടില്ല. മൂത്ത ആൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇനി ഇതിനെ ചെറുപ്പത്തിൽ ഇങ്ങനെ വളർത്തി ഇവിടം വരെ എന്നെത്തിക്കും. ഞാൻ പെൺകുട്ടിയാണെങ്കിലെന്ന് കരുതി അമ്മ വളയും മാലയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഇങ്ങനെ നേഴ്സ് എടുത്തിട്ട് ചെറുക്കൻ എന്ന് പറഞ്ഞത് അമ്മ ഇങ്ങനെ ഷിറ്റ് എന്നാലോചിച്ചൊക്കെ നിങ്ങളുടെ എൻട്രിക്ക് ആൾ കൂന്ന്. ഇതെല്ലാം കഴിഞ്ഞു പോകുന്നത് ഞാനൊരു 4-ലും 5-ലും എത്തുമ്പോൾ ഞാൻ ഭയങ്കര വാശിക്കാരനായിരുന്നു. അപ്പനമ്മ അധ്യാപകരായതുകൊണ്ട് ആ ഒരു ഡെക്കോറം എപ്പോഴും വീട്ടിലും ചുറ്റിലും ഉണ്ട്. എനിക്കങ്ങനെ ചൂടാവാനോ ചീത്ത പറയാനോ പറ്റില്ല. കാരണം ജോസാറിൻ്റെ അനുകുട്ടിച്ചൻ്റെ മകൻ. പക്ഷെ ഞാൻ കുറച്ച് വികൃതിയായിരുന്നു, കുസൃതിയായിരുന്നു, പഠിക്കാൻ ഭയങ്കര പുറകിലായിരുന്നു. ഈ കണക്കൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരിക്കൽ രാത്രി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുക ഒരു പുൽപ്പായയിൽ. എൻ്റെ അപ്പൻ അമ്മയോട് പറയുന്നത് ഞാനിങ്ങനെ പാതി മയക്കത്തിൽ കേൾക്കുന്നുണ്ട്, എടി ഇതൊരു പൊട്ടനാന്ന് തോന്നുന്നു, ഇതൊരു പൊട്ടനാന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റാൽ ഞാൻ കേട്ടുന്നവർക്ക് മനസ്സിലാവും വേറെ നാണം കിടന്നത് ഞാൻ നല്ലപോലെ ഉറങ്ങി. കാലിങ്ങനെ കടന്നു പോവാണ്. 9ാം ക്ലാസ്സിൽ തോറ്റു കണക്കിന്. അധ്യാപകരുടെ മകൻ തോക്കാന്ന് പറയുന്നത് അധ്യാപകർക്ക് നാണക്കേടാണ്. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുകയാണ്. 2008 ഇങ്ങനെ പഠിച്ച് വലിയ മാർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് നാട്ടിൽ തന്നെ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പം അപ്പന് കുറച്ച് ദിവസമായിട്ട് കൈയുടെ ഇവിടെ ഭയങ്കര വേദന. പല ഡോക്ടേഴ്സിനെ കണ്ടു. പിന്നെ പല്ല് വേദന, ഡോക്ടേഴ്സിനെ കണ്ടു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു. പക്ഷെ അപ്പന് ഈ പല്ല് വേദനയും കൈവേദനയും തുടർന്നപ്പോൾ വീണ്ടും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ ECG ഒന്ന് എടുത്തേ, ഇതെന്താ ഇത് പോണേന്ന് അറിയില്ലല്ലോ. കുറച്ച് നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് ഡോക്ടറിൻ്റെ ഒരു കോൾ വരാണ്, ആ ജോസഫ് ഒന്ന് കാറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു 23 വയസ്സ് വരെ ഞാൻ അഭിമാനം കൊണ്ടിരുന്നത് എന്നെക്കൊണ്ടുള്ള ഏക ഉപകാരം എൻ്റെ കുടുംബത്തിനുണ്ട്, അത് ഞാൻ കാർ ഓടിക്കുന്നുള്ളതാണ്. എനിക്ക് എൻ്റെ സെൽഫ് എസ്റ്റീം ഇങ്ങനെ മുകളിലോട്ട് വരുന്നത്, ജോസ്ബേ തറവാട്ടി പോകണം കാർ എടുത്തേ. അപ്പം എനിക്കൊരു യെസ്, ഞാനാണ് ഇവർ ഓടിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ബാങ്കിൽ പോകാൻ അറിഞ്ഞുകൂടാ, എനിക്കൊരു പാസ്ബുക്കിൽ എന്താ എഴുതണ്ടേന്ന് അറിഞ്ഞൂടാ, ചെക്ക് കൈമാറാൻ അറിഞ്ഞുകൂടാ. എല്ലാം ചേട്ടന്മാർ പഠിപ്പിച്ച് വഷളാക്കി ഒരുത്തൻ. അപ്പൻ്റെ അമ്മയുടെ ധാരണയിൽ ഇതിങ്ങനെ ആയിപ്പോയി എന്ന് കരുതുന്ന ഒരാൾ. അങ്ങനെ ഡോക്ടർ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ എന്നെ പുറത്ത് വന്ന് കണ്ടു. അപ്പൻ അകത്താണ്. ഡോക്ടർ പറഞ്ഞു, ജോസഫ് അപ്പൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ ആംബുലൻസ് ഇല്ല, ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഐ എം വെരി സോറി, ഇവിടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല. തൊട്ടടുത്ത് മൂക്കന്നൂർ ഹോസ്പിറ്റലുണ്ട്, ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം, ജസ്റ്റ് ഒന്ന് അവിടെ വരെ എത്തിച്ചാൽ മതി, അപ്പനോട് പറയണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം നമുക്ക് വേറെ ഡോക്ടറെ കാണാൻ പോകാം. അതിനെന്താ ഇത് കഴിഞ്ഞില്ലല്ലോ? അല്ല കുറച്ചുകൂടി നല്ല എന്തിനീ വൈകിക്കണേ? അപ്പനെ സൈഡിലിരുത്തി ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പം ചോദിക്കണം, നീ എന്ത് ഈ മെല്ലെ മെല്ലെ ഓടിക്കണേ? ഞാൻ പറയാം, അപ്പം അത് ഇനിയിപ്പോൾ എന്താ, നീ പാഞ്ഞു പോയിട്ട് ഇപ്പം എന്തിനാ? അപ്പനെ ഇങ്ങനെ ഒച്ചയെടുക്കുക, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല അപ്പം ഒരു പ്രശ്നമില്ല. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ മൂക്കന്നൂർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും സ്ട്രെച്ചറുമായിട്ട് ആൾ ഓടി വരുന്നു. അപ്പൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പനെ കയറ്റി കിടത്തുന്നു. അപ്പോൾ അപ്പം ചെല്ല്, ഡോൺ വറി. അപ്പോൾ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അമ്മയെ ഞാൻ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഡോക്ടേഴ്സ്, ആ ഡോക്ടറിൻ്റെ പിന്നാലെ കാർ ഓടിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് മനസ്സിലായി. അമ്മ മൂത്ത ചേട്ടന്മാരെ വിളിച്ചറിയുകയാണ്. അപ്പനും അമ്മയും ഞങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും സങ്കടമാണ്. അന്ന് എന്താ അമ്മ ഇങ്ങനെ വിളിച്ച് പറയാണ് മൂത്തേട്ടനെ, ആവർഷേ ടെൻഷൻ അടിക്കരുത്, അപ്പന് ചെറിയൊരു
അറ്റാക്ക് വന്നു. രണ്ടാമത്തെ ചേട്ടനെ വിളിച്ചു പറയാം, അരുണിന് ഭയങ്കര സ്നേഹമാണ് അപ്പനോട്. അപ്പം അരുണോട് കുറച്ചുകൂടി മാറ്റി പറഞ്ഞിട്ട് അമ്മേനോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി ഫ്ലാസ്ക് ഉണ്ട്, അപ്പൻ്റെ മുണ്ട് ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങണ നേരത്ത് അമ്മ പറയാണ്, എടാ ജോസഫ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ അപ്പനെ നമുക്ക് കിട്ടി. എന്നോട് എൻ്റെ സന്തോഷങ്ങൾ എണ്ണാൻ പറഞ്ഞാൽ, കാർ ഓടിക്കാൻ മാത്രം അറിഞ്ഞിരുന്ന, അതിൽ മാത്രം സെൽഫ് എസ്റ്റീം കണ്ടെത്തിയിരുന്ന ഞാൻ ഇതിനി വളർത്തി എപ്പോൾ വലുതാക്കും എന്ന് ടെൻഷൻ അടിച്ച എൻ്റെ അമ്മ, ഇതൊരു പൊട്ടനാണല്ലോ എന്ന് കരുതിയ എൻ്റെ അപ്പൻ, they said he was here only because of that I am here. എനിക്ക് നിങ്ങളോട് ഈ കഥയൊക്കെ പറയുമ്പോൾ ഉള്ളാലെ പറയാനുള്ളത്, നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളിന്ന് കളിയാക്കിയ ഒരാൾ നമ്മളിന്ന് ഒന്നിനും കൊള്ളൂലേ, വി ഡോണ്ട് നോ. നാളെ ഒരു ലൈഫ് ടൈം എടുക്കുമായിരിക്കും ശരിയും തെറ്റും മനസ്സിലാവാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നിങ്ങളോട് ഇന്ന് സന്തോഷങ്ങൾ എണ്ണാൻ പറയാൻ നിങ്ങൾ ചിലപ്പോൾ സങ്കടങ്ങൾ മാത്രമായിരിക്കും. എനിക്കൊരു 27 വയസ്സെത്തേണ്ടി വന്നു ഞാൻ വെറും പൊട്ടനല്ല എന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ മാധുരിയുടെ ഫെസ്റ്റിന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെന്നെ കേൾക്കുമ്പോൾ എനിക്കറിയാം ഞാൻ പൊട്ടനല്ല. എൻ്റെ അമ്മയ്ക്ക് അപ്പന് അഭിമാനമാണ് ഞാനെന്നൊരു മകനെ ഓർത്ത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, ഇതെന്താവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാളെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ സൈഡിൽ ഇരിക്കുന്നത് അവനായിരിക്കും.